അങ്ങനെ ഗീവർഗീസ് വിക്രമിനെ വേദനയും അനിയൻകുട്ടനെയും കൊണ്ട് ഒരു ചെറിയൊരു വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അനിയൻകുട്ടനെ വിക്രം എടുത്തുകൊണ്ട് വരുമ്പോൾ ഗീവർഗീസ് പറയുകയാണ് അകത്തേക്ക് കയറിക്കോ എന്ന് പറയുമ്പോൾ വിക്രം അകത്ത് അനിയൻകുട്ടനെ കൊണ്ടൊരു കട്ടിലിൽ ഇരുത്താണ്. അപ്പോൾ വിക്രം ഇങ്ങനെ പോകുമ്പോൾ അനിയൻകുട്ടനെ പേടിച്ചിട്ട് വിക്രമിൻ്റെ കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അവർ കൊല്ലും എന്ന് പറയുമ്പോൾ വിക്രം അനിയൻകുട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ടില്ല. ഇനി നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ വേറെ സ്ഥലത്താണ്, ആർക്കും നമ്മളെ കണ്ടെത്താനൊന്നും കഴിയൂല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കെടുത്തിട്ട് പുറത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ഗീവർഗീസ് പറയാണ് ഇങ്ങനെ വീടിൻ്റെ കാര്യമൊക്കെ പറയാണ് കേട്ടോ. മഠത്തിലെ അമ്മമാർ ഇവിടെ വല്ലപ്പോഴൊക്കെ വന്ന് താമസിക്കാറുള്ളൂ, ആഴ്ചയിൽ 2 ദിവസമൊക്കെ വന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോകും ഒരു ചേച്ചി. അപ്പോൾ അവർ വന്നിട്ട് ഇന്നലെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, പെരുമാറാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊക്കെ ഏകദേശം എന്നോട് സജീവൻ പറഞ്ഞിട്ടുണ്ട്. സജീവൻ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഗീവർഗീസ് പറയുകയാണ്. അന്നേരം വിക്രം പറയാണ് ചേട്ടാ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നു. വർക്ക്ഷോപ്പിലായാലും മതി എന്ന് പറയുമ്പോൾ പറയുകയാണ് വർക്ക്ഷോപ്പിൽ വേണ്ട എന്തായാലും, കാരണം ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്, നിങ്ങളുടെ പ്രശ്നമൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അധികം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് പെരുമാറുന്ന ഒരു ജോലി വേണ്ട എന്നുവെച്ചിട്ട് ജോലി വേണ്ടാന്നല്ല എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം പറയും എത്ര നാളിവിടെ ജോലി ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കും എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ജോലിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വേദ പറയും എനിക്കും കൂടെ ഒരു ജോലി എന്ന് പറയുമ്പോൾ വിക്രം പറയും അത് വേണം എന്ന് പറയട്ടോ. അപ്പോൾ ഗീവർഗീസ് പറയും ശരിയാണ്, എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വിശ്വനെയാണ് കേട്ടോ. വിശ്വൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് വിശ്വത്തിൻ്റെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അച്ഛനും അമ്മനോടും എത്ര പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറയുമ്പോൾ വിശ്വൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം. ചോദിക്കുമ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നീ അച്ഛനും അമ്മനെയും പറഞ്ഞയക്കുള്ളൂടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കാര്യമൊക്കെ ഞങ്ങൾ അവരോട് ബോധിപ്പിച്ചോളാം, നീ ഇപ്പോൾ തൽക്കാലം കാര്യം പോയി പറഞ്ഞാൽ മതി, 11 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുകയാണേ. അങ്ങനെ വിശ്വൻ ചെന്നിട്ട് മാഷോട് പറയണം അച്ഛൻ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ ആ പ്രശ്നമല്ലാണ്ട് വേറെ എന്താ ഉള്ളത്, കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനോട് അമ്മനെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു പറഞ്ഞിട്ടോ. കമലിനെ കൂട്ടിയ എന്തിന് കമലിനെ കൂട്ടി കൊണ്ടുപോകുന്നത് അതൊന്നും അറിയില്ല, ഞാനതിന് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ അത് അവിടെ വന്നിട്ട് ബോധിപ്പിച്ചാൽ പോരെന്നാണ് അയാൾ ചോദിച്ചതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷ് പറയാണ് കേട്ടോ എന്തായാലും സാറില്ല എന്ന് പറയാണ്. അപ്പോൾ വിഷയം പറയും ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. വേണ്ട, എന്നോടും കമലിനോടല്ലേ ചെല്ലാൻ പറഞ്ഞത്, ഞങ്ങൾ പോയി അന്വേഷിച്ചോണ്ട് നീ പോയിക്കോ എന്ന് പറയുകയാണെ. അങ്ങനെ വിശ്വനിങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീജ പറയണം അമ്മനെയും കൂടി ചെല്ലാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനായി എന്ന് പറയുകയാണെ. ഈ ഒരു വയസ്സാം കാലത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ആലോചിക്കാനും കൂടെ പറ്റുന്നില്ല എന്നൊക്കെ വിശ്വം പറയും. അപ്പോൾ പറയാണ് എന്തായാലും വിക്രമല്ല ഇത് വരുണിനെ കൊന്നതെന്നുള്ള കാര്യം വാസവന് ബോധ്യപ്പെട്ടു എന്ന് ദീപ്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വം പറയാം എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, അച്ഛനും അമ്മനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നീ ഒന്ന് ദീപ്തിനെ വിളിച്ച് പറയും. ദീപ്തി വാസവനെ വിളിച്ച് പറഞ്ഞോളും. അപ്പോൾ വാസവൻ അവരെ അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാതിരിക്കില്ലല്ലോ, തൽക്കാലം നീ ഒന്ന് ദീപ്തിനെ വിളിച്ച് പറയാനായിട്ട് ശ്രീജനോട് പറയുകയാണേ. അങ്ങനെ മാഷും കമലാമ്മയും കൂടിയിട്ട് സ്റ്റേഷനിൽ എത്താൻ കേട്ടോ. കമലാമ്മ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ CI വന്നു കഴിഞ്ഞിട്ട് അവരെ ചോദ്യം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്താ കാര്യം വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞോ, നിങ്ങളുടെ മകൻ അവസാനമായിട്ട് എപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മാഷ് പറയും അവൻ വിളിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. ഇത് ഞാൻ വിശ്വസിച്ചു, നിങ്ങളെ കാണാനായിട്ട് അവൻ വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, ഹോസ്പിറ്റലിൽ അവൻ വന്നിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞു, CCTV ക്യാമറയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് മുഖം മറിച്ച ഒരാൾ നിങ്ങളുടെ റൂമിൻ്റെ നേരെ വരുന്നത്. പിന്നെ CCTV ക്യാമറ നിങ്ങളുടെ റൂമിൻ്റെ പരിധിയിൽ പെടാത്തത് കൊണ്ട് അത് ആരാണെന്ന് മാത്രം മനസ്സിലായില്ല, നിങ്ങളുടെ മുറിയിലേക്ക് കയറിയൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് കറക്റ്റായിട്ട് ചോദിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പം മാഷ് പറയും ഇല്ല അവൻ ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല സാറേ, ഞങ്ങളെ വിളിച്ചിട്ടുമില്ല എന്നൊക്കെ പറയും കേട്ടോ. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയുന്നു വിചാരിച്ചിട്ടൊന്നുമല്ല ഞാനിത് ചോദിക്കുന്നത്, എന്തായാലും കാര്യമായിട്ട് തന്നെ ചോദ്യം ചോദിക്കണം. എന്നിട്ട് ഒരു വനിതാ പോലീസിനെ വിളിക്കുകയാണ്. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വനിതാ പോലീസാണ്, നിങ്ങളുടെ പെമ്പർനോത്തിനെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയട്ടോ. അപ്പം മാഷ് പറയും കമലൻ അങ്ങനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാൻ കാര്യമൊന്നുമില്ല എന്ന് പറയട്ടോ, അത് താനാണ് അവിടെ തീരുമാനിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പം മാഷ് പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ CI ആണ് വനിതാ പോലീസിനോട് പറയാണ് അവരങ്ങോട്ട് അകത്തേക്ക് ഉണ്ടായോ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും മാഷ് ചെന്നിട്ട് കൈ പിടിച്ചിട്ട് തൊഴുത് പറയുകയാണെ ദൈവം ഇത് കമലനെ മാത്രമായിട്ട് കൊണ്ടുപോകരുതെന്ന് പറയട്ടോ. അങ്ങനെ മാഷെ തട്ടി മാറ്റാണ് കേട്ടോ. അപ്പോൾ മാഷിങ്ങനെ വീഴാൻ പോകുമ്പോൾ കമലാമ്മ ഇങ്ങനെ മാഷെ പിടിച്ചിട്ട് പറയും മാഷൊന്നും ചെയ്യരുത്, എന്നെ ചോദ്യം ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. കമലേ എന്ന് പറഞ്ഞിട്ട് മാഷ് വിളിക്കുമ്പോൾ എനിക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ മാഷേ,
പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയിപ്പിക്കാൻ ഇവർക്ക് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കമലാമ്മ ധൈര്യത്തോടു കൂടി തന്നെ കയറി പോവുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാറിന് അത് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കമലാമ്മ. അപ്പോൾ CI പറയാണ്, അത് അന്ന് ഞങ്ങൾ ക്യാമറയിൽ കണ്ടതാണ്. ചോദ്യം ഉത്തരമൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചോദിക്കുന്നത്, പിന്നെ ഞാൻ എന്ത് മറുപടി പറയാൻ എന്ന് പറയും. അപ്പോൾ മറ്റേ വനിതാ പോലീസ് പറഞ്ഞു, ഇയാൾ കൊള്ളാലോടി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ CI പറഞ്ഞിട്ട്, മാഷേക്കാളും കുറച്ചും കൂടി കൂടിയാണല്ലോ കമലാമ്മ എന്ന് പറയാൻ കേട്ടോ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സാറേ, എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ സത്യം പറയിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മാഷ് പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള ഒരക്ഷരം പോലും എനിക്ക് പറയാനില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മകൻ എന്നെ കാണാൻ വന്നിട്ടില്ല, അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും വാസവൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. വാസവൻ വരുന്ന കാണുമ്പോൾ തന്നെ മാഷ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ വാസവൻ വന്നിട്ട് ചോദിക്കും, മാഷ് എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. മാഷ് ഇവിടെ കൊണ്ടുവന്നത് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് പറയും. അപ്പോൾ മാഷ് ചോദിക്കുന്നത്, എന്തിന് നേരിട്ട് കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, ഞാൻ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. അങ്ങനെ മറ്റൊരു പോലീസുകാരനെ വിളിച്ചിട്ട് പറയുകയാണ്, CI എനിക്കൊന്ന് കാണണം. അപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണെന്ന് പറയും കേട്ടോ. അപ്പോഴും കമലാമ്മൻ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് പോലീസുകാരൻ വന്നിട്ട് വാസവൻ വന്നിട്ടുള്ള കാര്യം പറയുമ്പോൾ പുറത്തേക്ക് CIയും കമലാമ്മനെയും തന്നെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് ഓടി ചെന്നിട്ട് കമലയെന്ന് പറയും കേട്ടോ. കമലയെന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് ചെല്ലുമ്പോഴത്തേക്ക് CI പറയും, തല്ലിയിട്ടൊന്നുമില്ല, ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് വാസവൻ ചോദിക്കുന്നുണ്ട്, ഇവരെ എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നത് സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ CI പറയും, അല്ല സാറേ, അതെ, സാറിൻ്റെ മകനെ കൊന്നതിൻ്റെ ഒരു കാര്യത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകനെ കൊന്നത് വിക്രമാണ് എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇന്നതില്ല. വിക്രമല്ല എൻ്റെ മകനെ കൊന്നതെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ CI പറയും, അല്ല, നിങ്ങൾ തന്നെയാണല്ലോ പരാതി തന്നിരിക്കുന്നത്. ശരിയാണ്, ഞാൻ പരാതി തന്നു എന്നുള്ള സത്യമാണ്, പക്ഷേ വിക്രമല്ല അത് ചെയ്തത്, അതെനിക്ക് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും ആ പരാതി ഞാനിപ്പോൾ പിൻവലിക്കുന്നു. ഇനി ആ പരാതിയുടെ മേലെ നിങ്ങൾ ഇവരെ ഒന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അന്നേരം CI പറയാണ്, ആ പരാതി മാത്രമല്ലല്ലോ, പുളിക്കനെ കൊന്നതും വിക്രമാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ എനിക്ക് ഇവരെ ചോദ്യം ചെയ്യാലോ എന്ന് പറയട്ടോ. പുളിക്കനെ കൊന്നത് വിക്രമാണെന്ന് നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾ ആ വഴിക്ക് തന്നെ പൊക്കോട്ടെ. പക്ഷേ എൻ്റെ മകൻ്റെ കൊന്നതിൻ്റെ പേരിലുള്ള പരാതിയുടെ പേരിൽ ഇനി നിങ്ങൾ കളിക്കണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ CIക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് വാസവൻ പറയുന്നുണ്ട്, തൽക്കാലം ഇവർ പറഞ്ഞയച്ചേക്ക്, ഇവർ വയസ്സായ ആൾക്കാരല്ലേ, ഇവരെ ചോദ്യം ചെയ്ത് വെറുതെ ആ നേരം കളയണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അല്ല സാറേ, എന്നാലും എന്ന് പറയണ്ട, ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇവർ പോയിക്കോട്ടെ, ഇവരെ പേരിൽ ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാഷോടും കമലാമ്മനോടും പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഇനി ചോദ്യം ചെയ്യാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയട്ടോ. പക്ഷെ അപ്പോൾ മാഷ് പോകാനായിട്ട് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ CIനെ നോക്കിയിട്ട്. അപ്പോൾ വാസവൻ പറയും, എന്താ അവിടെ നിൽക്കുന്നത്, പൊയ്ക്കോ, നിങ്ങൾ ഇനി ആരും ഒന്നും ചെയ്യൂല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇനി എന്താ, ഞാൻ വക്കീലെങ്ങാനും വിളിക്കണോ എന്ന് CIയോട് ചോദിക്കാൻ കേട്ടോ വാസവൻ. അപ്പോൾ CI പറയും, വേണ്ട, നിങ്ങൾ പൊക്കോ, ഒപ്പിട്ട് കൊടുത്തിട്ട് പോക്കോളാൻ പറയാൻ കേട്ടോ. അതിനുശേഷം വാസവൻ CIയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണ എനിക്ക് മനസ്സിലാവും, പക്ഷേ അതൊന്നും ഇനി എൻ്റെ മോൻ്റെ കൊന്നതിൻ്റെ പരാതിയിൽ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് വീക്കെൻഡ് പ്രമോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് വിക്രമിൻ്റെ വേദന കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ ഭാഗങ്ങളാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വിക്രമ വേദനെ സ്നേഹിക്കുന്നു, വേദ വിക്രമിനെ സ്നേഹിക്കുന്നതും വേദന മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുന്നതുമായിട്ടുള്ള കുറേ നല്ല ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേദയും തോട്ടത്തിൽ പണിക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ വിക്രമും പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ജോലിയായി അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അനിയൻകുട്ടനെ കാണാതാവുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തോട്ടം മുഴുവനും വിക്രമും വേദയും കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അനിയൻകുട്ടനെ നോക്കിയിട്ട്. അങ്ങനെ കുറേ ഭാഗങ്ങൾ ഒക്കെ ഇതിന് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.